ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം കാണുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ഇത്രയും അടുത്ത് പോയി നിന്ന് ഉത്സവം കാണുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫ്ലോട്ടും ഉണ്ടായിരുന്നു. എല്ലാം വളരെ നല്ലതായിരുന്നു. അമ്പലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും ഉത്സവമില്ലായിരുന്നു. ഈ വർഷം അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് ഉത്സവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാണാനും പറ്റി, എല്ലാവർക്കും സന്തോഷിക്കാനും പറ്റി. ഈ സൗണ്ട് ബോക്സിൽ ഭയങ്കരം സൗണ്ടായിരുന്നു. ചേട്ടന്മാരൊക്കെ ഭയങ്കരം കളിയായിരുന്നു. ചേച്ചിമാരുടെ കളിയൊന്നും മോശമല്ല കേട്ടോ. സൂപ്പറായിട്ട് കളിച്ചു ചേച്ചിമാരൊക്കെ. ഞാനും ചേച്ചിമാരുടെ കളിയൊക്കെ കണ്ടിട്ട് ഞാനും കളിക്കുമായിരുന്നു. എനിക്ക് ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഗൊറില്ലക്കുട്ടനെയും വോൾഫിനെയും ലബൂബുവിനെയും ആണ്. ആദ്യം കണ്ടപ്പോൾ ഗൊറില്ല എനിക്ക് പേടിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയി. ഈ വെക്കേഷന് അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അച്ഛന് ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്. അല്ലെങ്കിൽ ഉത്സവത്തിന് അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ അടിച്ച് പൊളിക്കായിരുന്നു. ഈ ലബൂബു നല്ല ക്യൂട്ട് ലബൂബു ആയിരുന്നു. ആ വോൾഫിനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ലബൂബുവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ വോൾഫും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ പിടിച്ചില്ല. ഫ്ലോട്ടായിരുന്നു ഒരുപാട്. ചേട്ടന്മാരൊക്കെ ചെണ്ടമേളം അടിപൊളിയായിരുന്നു.
ചെണ്ട അടിക്കുന്ന ചേട്ടന്മാരൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സ്കൂൾ അടച്ചുകൊണ്ട് എനിക്ക് ആരെയും കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പം ഉത്സവത്തിന് വന്നുകൊണ്ട് എനിക്ക് അവിടെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒരുപാട് കളിച്ചു. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു, കോളിഫ്ലവർ കഴിച്ചു, ബജ്ജി കഴിച്ചു. അത് ഞങ്ങളെല്ലാം കഴിച്ചു. ഉത്സവത്തിൽ പോകുന്ന അത് തന്നെയല്ലേ. ഐസ്ക്രീം കഴിക്കാനാണ് ഞാൻ ഉത്സവത്തിന് പോകുന്നത്. പിന്നെ എനിക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ താരം വരുന്നു, ആന. ആനയെ കാണാൻ എന്തൊരു രസമാണ്. ആന എല്ലാവർക്കും പേടിയാണെങ്കിൽ ആന എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തൊരു രസമാണ് ആനയും കാണാൻ. 2-3 ആന ഉണ്ടായിരുന്നു. കുറച്ച് ഉത്സവമൊക്കെ കണ്ട് ഗാനമേളമൊക്കെ കേട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഉത്സവവും കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ.